ഹലോ, ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ഞാനൊരു ഉച്ചയായപ്പോൾ പട്ടൂനും ചുണ്ടൂനും എടുത്തിട്ട് ലഡുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ. കാരണം ഇന്ന് പിള്ളേർക്കും ലീവാണ്, അതുപോലെ ആ ചേച്ചിക്കും ലീവാണ്, ഓഫീസിലൊന്നും പോകണ്ട. അപ്പോൾ എന്തായാലും എവിടേക്കെങ്കിലും ഒന്ന് പോവാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നു. എല്ലാവർക്കും ലീവൊക്കെ കിട്ടുന്ന ഒരു ദിവസം നോക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലഡുവൊക്കെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഫ്ലാറ്റിൽ, ഈ ഒരു ബിൽഡിങ്ങിൽ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഒക്കെ ഈ ചെറിയ നിറങ്ങും പിറങ്ങും കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അപ്പോൾ കുറേ സൈസുള്ള പിള്ളേരെ കാണാം. ഇന്ന് 3-4 പേരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു 6-7 പേരെങ്കിലും ഉണ്ടാവും. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് ലീവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏതാ ദിവസം എന്നൊന്നും ഒരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാനും ചുണ്ടും ഒരു വണ്ടിയിൽ, അവർ 3 പേരും ഒരു വണ്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം പോകാനുണ്ടായിരുന്നു. കുറച്ച് മെയിനായിട്ടുള്ള റോഡുകളിലൊക്കെ പോകുന്ന കാരണം ഞാൻ പട്ടുവിനോട് ആ ചേച്ചിയുടെ കൂടെ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ 2 പേരെടുത്ത് പോകുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ സെൻറ്റിനറി പാർക്ക് എന്നാണ് ഇതിനെ പറയാം. അങ്ങനെ ഇനി പറയാമെന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ. ഗവൺമെൻറ് പാർക്കാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളതെന്ന് എനിക്കും അറിയണ്ടായിരുന്നില്ല. ആൾക്കും വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിരുന്നുണ്ട് എന്നല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് ചെറിയൊരു ചാർജ് ഉണ്ട്. ചെറുതല്ല, ഒരാൾക്ക് പെർ ഹെഡ് 100 റുപ്പീസാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് 50 രൂപയുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരുപാട് ചെടികളുണ്ട്, നല്ല ഗ്രീനറിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഓരോ ചെടികളും ഓരോ മരങ്ങളും എന്താ പറയുക, നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിനെന്തെന്നാ പറയുക, ഈ സ്മോക്കാണോ എന്താ പറയുക, ഇങ്ങനെ ഫുൾ സ്മോക്ക് പോലെ, വെള്ളം തന്നെയാണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ വെള്ളമെന്ന് മനസ്സിലാവില്ല. ഫുൾ ഇങ്ങനെ സ്മോക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലാണ്. നല്ല തണുപ്പാണ്. അത് വെള്ളമാണ് അവരങ്ങനെ ആക്കണതല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പാണ്. നമ്മൾ നല്ല നനയും. എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെനിക്കും ആൾക്കും ഇത് കണ്ടപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് ആദ്യം ഭയങ്കര പേടിയായി അതിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട്. പിന്നെ അവർ അത് കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. അതിങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോഴാണ് കേട്ടോ അവർ ഓണാക്കുക. അപ്പോൾ അതെനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ, നമുക്ക് ഓർണമെൻ്റലായിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. പിന്നെ കുറേ ഇതുണ്ടായിരുന്നു, ബേർഡ്സിൻ്റെ ഒരു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 1 ഹവറാണ് നമുക്ക് ആ ടിക്കറ്റ് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കണ്ട് പോരാൻ പറ്റുമോ അതൊക്കെ കണ്ടിട്ട് പോരാം. നടക്കാൻ തന്നെ അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണോ മെയിനായിട്ട് കാണേണ്ടത് അത് പോയിട്ട് കാണാമെന്നായിരുന്നു. പിന്നെ ഇത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെന്തെന്നാ പറയുക, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പട്ട് നല്ല വാശിയായിരുന്നു. പിന്നെ ഈ ട്രെയിൻ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാനുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്കിങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുട്ടികളുടെ ഈ ചെറിയ എന്താ പറയുക, ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ലൈഡ്, പിന്നെ ഊഞ്ഞാല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കണ്ടീഷനിലായിരുന്നു കേട്ടോ. ഇവിടെ സാധാരണ അടുത്തുള്ള പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ സ്ലൈഡിലൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടാവുക. പട്ടുവിൻ്റെ ഒക്കെ കാലൊക്കെ ഒരുപാട് വട്ടം അങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ ചില പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറണമെങ്കിൽ പെർ ഹെഡ് 50 റുപ്പീസ് ചാർജ് അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറാം. ഇങ്ങനത്തെ ഒരു 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 1-2 നമ്മൾ കയറി, പിള്ളേരനെയൊക്കെ കയറ്റി, നമ്മളല്ല കുട്ടികളെ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കയറി. പിന്നെ പട്ടു ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും സമയമായി, 1 ഹവറിൽ മേലെയായി.
അപ്പോൾ ഇനിയും കുറേ സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നതാണ് കാണണേ. അത് കഴിഞ്ഞ് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴല്ലോ മനസ്സിനൊരു സമാധാനം, ഒരു സന്തോഷം കേട്ടോ, എന്താണെന്നറിയില്ല. അതും അവർ നനച്ചിട്ട്, വെള്ളം നനച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ മഴയത്ത് കൂടെ നടന്ന് വരുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന, വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ മെയിനായിട്ട് എന്താ, ഐസ്ക്രീം കണ്ടു. ഐസ്ക്രീം വാങ്ങി കൊടുത്തു 3 ആൾക്കും. പിന്നെ വേറൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഐസ്ക്രീം തന്നെ വാങ്ങി കൊടുത്ത്, എന്താ പറയുക, പിന്നെ പോപ്കോൺ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പാനിപ്പൂരി ചോദിക്കും. അങ്ങനെ ഓരോന്നോരോന്നായി ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചത് എന്താ, അവിടെ അങ്ങനെ ഒരുപാട് ഇതുപോലുള്ള പുളി, പിന്നെ അത്തി, അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട്. എല്ലാത്തിനും അവർ പേരൊക്കെ എഴുതി വെച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞങ്ങൾ പുളി കിട്ടിയപ്പോൾ പുളി കഴിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് ഈ പച്ചപ്പുളിയൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ വെറൈറ്റി മരങ്ങളുണ്ടായിരുന്നു. നമുക്ക് പേരറിയാത്ത മരങ്ങൾ കണ്ടില്ലേ, അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടില്ലേ. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ വന്നിരുന്ന് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളായിട്ട്, ഫാമിലി ആയിട്ട്, കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ല അടിപൊളി, നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, വേഗം തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 5:45 ആകുമ്പോഴേക്കും ഇറങ്ങിയായിരുന്നു. ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ നല്ല ഭംഗിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി. നമ്മൾ സാധാരണ ഗവൺമെൻറ് പാർക്കെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താവും ഇതിനുള്ളിപ്പോൾ അടിപൊളിയൊന്നും ആയിരിക്കില്ല, ഒക്കെ മോശമായിരിക്കുന്ന വിചാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും അതുകൂടെ തന്നെ ഒന്നും കൂടി പോയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പോകാനായിട്ട്. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ, മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസി ഷൂട്ടുകൾ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പ്രഗ്നൻസി ഷൂട്ട് വിത്ത് കപ്പിൾസായിട്ട് അങ്ങനെയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ സ്മോക്കിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊട്ട ബർഗറായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ ചിക്കനാന്ന് വിചാരിച്ചിട്ട് പനീറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എൻ്റെ പകുതി മൂഡ് പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുറച്ച് നേരം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഒരു വീക്കെൻഡ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് പട്ടു ഇങ്ങനെ ഡാൻസൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ കുട്ടിക്കൊരു ടെൻഷനാണ്, അയ്യോ പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം കിടന്നു. പിന്നത്തെ ദിവസം ഒരു ഇതുവരെ കാണാത്തൊരു സ്ഥലം കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ പോവുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനെ ഇന്നത്തെ ദിവസം നമ്മൾ വെൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അത്ര തന്നെ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.